ആദ്യഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയെന്ന കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണനെയും മാതാവ് രാജമ്മാളിനെയും ഹൈക്കോടതി വെറുതെ വിട്ടു. 2006 ഫെബ്രുവരി 3 കൊട്ടാരക്കരയിലെ ബിജുവിന്റെ വീട്ടിലെ കുളിമുറിയിൽ രശ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട രശ്മിയെ ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ച ശേഷം ബിജു അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. രശ്മിക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വലിച്ചിഴിച്ച് കുളിമുറിയിൽ എത്തിച്ച ശേഷം ബിജു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസിൽ പറയുന്നത്. കേസിൽ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2014 ജനുവരിയിലാണ് ബിജു രാധാകൃഷ്ണന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതും. സ്ത്രീധനത്തിനു വേണ്ടി പീഡിപ്പിച്ചതിനായിരുന്നു രാജമ്മാളിനെ 3 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ബിജു അപ്പീലിൽ തനിക്ക് നേരിട്ട് ഹാജരായി വാദം നടത്താൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ജയിൽ സൂപ്രണ്ട് മുഖേന അപേക്ഷ നൽകിയിരുന്നു. ഹൈക്കോടതി ഇത് അനുവദിച്ചതോടെ നേരിട്ടും ഹാജരായിരുന്നു. സോളാർ കേസിൽ പ്രതി കൂടിയാണ് ബിജു രാധാകൃഷ്ണൻ. അതേസമയം ആദ്യ ഭാര്യ രശ്മിയെ കൊന്നത് ബിജു രാധാകൃഷ്ണൻ തന്നെയാണെന്ന് ഇരുവരുടെ മകൻ നേരത്തെ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ബ്രൗൺ നിറത്തിലുള്ള ദ്രാവകം അമ്മയുടെ വായിൽ ഒഴിക്കുന്നതും ആ ദിവസം 2 തവണ അച്ഛൻ അമ്മയെ തല്ലുന്നതും താൻ കണ്ടുവെന്ന് 11-കാരൻ കോടതിയിൽ മൊഴിയിൽ പറഞ്ഞിരുന്നു. അയാളാണ് എൻ്റെ അമ്മയെ കൊന്നത്. അയാളെ ഇനി ഞാൻ അച്ഛ എന്ന് വിളിക്കുകയുമില്ല. അമ്മ കൊല്ലപ്പെട്ട ദിവസം രാവിലെ ഒരു ആൻറ്റി വീട്ടിൽ വന്നിരുന്നു. ആൻറ്റി എനിക്ക് ചോക്ലേറ്റും തന്നിരുന്നു. അനിയന് വയ്യാതിരുന്നതിനാൽ അമ്മ അനിയനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. പിന്നീട് അമ്മ വീട്ടിലെത്തി. വൈകിട്ടോടെ വീട്ടിലെത്തി അയാൾ അമ്മയെ മർദ്ദിച്ചു. പിന്നീട് ബലമായി നീല നിറത്തിലുള്ള ദ്രാവകം ബ്രൗൺ നിറത്തിലുള്ള ദ്രാവകത്തിൽ ചേർത്ത് അമ്മയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അടുത്തുണ്ടായിരുന്ന എന്നെയും അടിച്ചു. തുടർന്ന് മുറിയിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ അമ്മയുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. പുലർച്ചെ ബാത്റൂമിൽ അമ്മ കിടക്കുന്നത് താൻ കണ്ടിരുന്നു. പിന്നീട് വീണ്ടും ഉറങ്ങിയ ശേഷം രാവിലെയാണ് ഞാൻ ഉണർന്നത്. അപ്പോൾ അമ്മയെ വെള്ള പുതപ്പിച്ച നിലയിലായിരുന്നു. ആ കുഞ്ഞ് അന്ന് കോടതിയിൽ മൊഴി നൽകിയത് ഇപ്രകാരമായിരുന്നു. ബിജു രാധാകൃഷ്ണനും അമ്മ രാജമ്മാളുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. രശ്മിക്ക് മദ്യം നൽകി ബോധം കെടുത്തിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2006 ഫെബ്രുവരി 3 കൊട്ടാരക്കരയിലുള്ള ബിജു രാധാകൃഷ്ണന്റെ വീടിന്റെ കുളിമുറിയിൽ രശ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. ആദ്യം ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാതിരുന്നതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി CG സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് രശ്മിയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായതും. സരിത S. നായരെ വിവാഹം കഴിക്കാൻ രശ്മിയെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനവും. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ 1-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണനെതിരെ കൊലപാതകം, സ്ത്രീധന പീഡനം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീധന പീഡനവും തെളിവ് നശിപ്പിക്കലുമാണ് ബിജുവിന്റെ അമ്മ രാജമ്മാളിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളും. 2006 ഫെബ്രുവരി 3 ബിജുവിന്റെ കൊട്ടാരക്കരയിലെ വീട്ടിൽ രശ്മി മരിച്ച നിലയിൽ കണ്ടെത്തിയതും. വെബ് ഡെസ്ക് കേരള ന്യൂസ്.